ഹിയർ ദ വേർഡ് ക്ഷമ. ദൈവവചനം കേൾക്ക. ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവത്തിന് നിർബന്ധമുള്ള കാര്യമാണ് ദൈവവചനം കേൾക്കണം, അത് മെഡിറ്റേറ്റ് ചെയ്യണം, അത് പഠിക്കണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ദൈവവചനത്തിൽ ആധാരമാക്കി നിൽക്കുന്ന കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് ബലമുണ്ട്. അത് നമുക്ക് അനുഗ്രഹമായി മാറും. കാരണം ദൈവത്തിൻ്റെ ആത്മാവിലാണ് നമ്മൾ വീട് പണിയുന്നത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഒന്നാമത് മനസ്സിലാക്കണേ, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിലിരിക്കണം. നീ അവ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോൾ അവയെ കൊണ്ട് സംസാരിക്കുകയും വേണം. അവയെ നീ അടയാളമായിട്ട് വെക്കണം. അപ്പം കുടുംബത്തിൽ ക്ഷമ ക്ഷമ ഇസ്രായേലുകാരുടെ അവരുടെ ഹീബ്രു വേർഡാണ്. കേൾക്കണം. എങ്ങനെ? ഹിയർ വിത്ത് ദ ഇൻറ്റൻറ്റ് ടു ആക്ട്. പ്രവർത്തിക്കാൻ തക്കവണ്ണം കേൾക്കണം. ചുമ്മാ കേൾക്കുന്നതല്ല. അപ്പം എങ്ങനെയുണ്ട് നമ്മളൊരാളോട് ചോദിക്കും, അതിന് ഉത്തരം കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ വേറൊരാളുടെ അടുക്ക് പോകും, എങ്ങനെയുണ്ട്. ഈ ഒരാൾ എങ്ങനെയുണ്ടെന്നുള്ളതിൻ്റെ ഉത്തരം കേട്ടിട്ടില്ല, ചുമ്മാ അതൊരു ചോദ്യം. എങ്ങനെയുണ്ട് ആരോഗ്യം എങ്ങനെയുണ്ട്? ആ ഉത്തരം കേൾക്കുന്നതിന് മുമ്പ് അങ്ങേപ്പുറത്തെ ആണ്. ഒരാളോട് വർത്തമാനം പറയുമ്പോൾ ആ ഒരാളോട് മാത്രമായിട്ട് ശ്രദ്ധിക്കാനുള്ള ആത്മാവ് എത്ര പേർക്ക് ഇപ്പോൾ ഉണ്ട്? നമുക്ക് പ്രയോജനമുള്ളവരോട് മാത്രമായിട്ട് സംസാരിക്കുന്ന ആളുകളില്ലേ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പം അവരോട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം കേൾക്കുന്നിടം വരെ ക്ഷമയോടെ ഇരിക്കണം. നമ്മുടെ മാതാപിതാക്കൾ ഇപ്പം നമ്മൾ നമ്മുടെ മക്കളോടൊരു ഉപദേശം കൊടുക്കുക, അവർ ഓൾറെഡി അസസ് ചെയ്ത് എന്താ പറയാൻ പോകുന്നതെന്ന് നമ്മളെ പരിചയമല്ല. ഇപ്പോൾ എൻ്റെ മോന് തന്നെ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും വചനം അയച്ചു കൊടുക്കും. വചനം അയച്ചിട്ട് വളരെ നിഷ്ഠയായിട്ട് ദൈവവചനം ആദ്യം എപ്പോഴും ഇമെയിൽ അയക്കാവുന്ന കാലമായിരുന്നു. അപ്പോൾ ആദ്യമേ വചനം. അപ്പോൾ എൻ്റെ മോൻ ഒരു കാലത്ത് തിരിച്ചു പറഞ്ഞിട്ടുണ്ട്, മമ്മിയുടെ ആദ്യത്തെ പാരഗ്രാഫ് ഞാൻ വായിക്കാറില്ല, എനിക്കറിയാം മമ്മി എന്തോന്ന് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതിനകത്തല്ല നീ ദൈവത്തെ അറിയണം, ദൈവത്തിലായിരിക്കണം, ദൈവം അറിയുന്നുണ്ടോ, ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ. അപ്പോൾ അവനറിയാം ആദ്യത്തെ പാരഗ്രാഫ് മുഴുവൻ യേശുവിനെ കുറിച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വായിക്കാറില്ല മമ്മി, രണ്ടാം പാരഗ്രാഫ് തൊട്ടേ വായിക്കത്തുള്ളൂ. കുറേ എഴുതി അയക്കുമല്ലോ ഇടയ്ക്കിടയ്ക്ക്. നമ്മൾ പറയുന്നത് ഒരു പാറ്റേൺ എങ്കിലും അവരുടെ ഹൃദയത്തിലുണ്ട് ആദ്യത്തെ പാരഗ്രാഫ് ദൈവത്തെക്കുറിച്ചാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന്. ഹിയറോ ഇസ്രായേൽ, നീ കേൾക്കുന്നത് പ്രവർത്തിക്കാൻ തക്കവണ്ണം കേൾക്കണം. ചുമ്മാതെ കേട്ടത് ഒരു ചെവി കൂടെ കേട്ടിട്ട് മറ്റേ ചെവി കൂടെ പോകുന്നവരാക്കരുത്. വേദപുസ്തകത്തിൽ എത്ര പ്രാവശ്യം ദൈവം തമ്പുരാൻ പറയുന്നുണ്ട്, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. ചെവിയുള്ളവൻ, നിനക്ക് ചെവിയുണ്ടോ കേൾക്കാൻ? കേൾക്കുന്ന ചെവിയാണോന്ന് അത് നമ്മളോട് തന്നെയാണ് ദൈവം ചോദിക്കുന്നത്. ദൈവം പറയുന്ന കാര്യം എന്നോട് എത്രയോ കാര്യങ്ങൾ ദൈവം പറയുന്നു. പകുതി കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാൽ എത്ര എണ്ണം വിശ്വസിച്ചിട്ടും ഏറ്റെടുക്കാത്തത് എത്ര എണ്ണം കിടക്കുന്നു? എല്ലാം വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ ഏറ്റെടുത്ത് അത് പ്രവർത്തിക്കുക. അപ്പോൾ യു ബ്രിങ് ഇറ്റ് ടു ആക്ട്, ഹിയർ ടു ഒബേ. കേൾക്കുന്നത് അനുസരിക്കാൻ വേണ്ടി ആയിരിക്കണം. ചുമ്മാതെ കേട്ടിട്ട് എന്ത് ഗുണം? അപ്പോൾ നമ്മളോട് നോക്കുമ്പോൾ വെൻ മോസസ് സ്റ്റൂഡ് അറ്റ് ദ മൗണ്ട് ഓഫ് മോവാബ് ഹീ സെഡ് ക്ഷമ. അതായത് മോശ മോവാബ് മലയുടെ മുകളിൽ നിന്നപ്പം ദൈവജനതയെ, അതായത് കനാൻ ദേശത്തേക്ക് കയറുന്നതിന് മുൻപ് ദൈവജനതയെ ഇതുവരെ നടന്നതും ഇനി നടക്കാൻ പോകുന്നതും, നിങ്ങൾ കനാൻ ദേശത്തിൽ കാലുകുത്താൻ പോകുമ്പോൾ സത്യദൈവത്തെ മറന്നു പോകരുത് എന്നും വ്യക്തമായിട്ടും പറഞ്ഞു കൊടുത്തു. അതാണ് ക്ഷമയാണ് അവിടെ പറഞ്ഞത്. നീ കേൾക്കുന്നത് ഹൃദയം വെച്ച് കേൾക്കുക, അത് പ്രവർത്തിക്കാനായിട്ട് നീ ആഗ്രഹിക്കുക തന്നെയല്ല, പ്രവർത്തിച്ചെടുക്കണം. പ്രവർത്തിക്കാൻ കാല് വെക്കുമ്പോഴാണല്ലോ ശത്രു വരുന്നത്. എത്ര പേർക്ക് പ്രവർത്തിക്കാൻ അറിയാം? പ്രവർത്തിച്ച് പ്രാവർത്തികനാക്കുന്ന എത്ര വിശ്വാസികളുണ്ട്, എത്ര മക്കളുണ്ട്, എത്ര ഭർത്താവുണ്ട്, എത്ര പെൺമക്കളുണ്ട്? പറ, നമ്മളെത്ര പേരുണ്ട്? ഒരു കാര്യം ദൈവം പറഞ്ഞാൽ അത് ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മൾ തന്നെ ഈ സ്ത്രീ സമാജത്തിന് നമ്മൾ പോകാറുണ്ട്. നമ്മുടെ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ അവർ ചെയ്യുമെന്ന് ഉറപ്പുള്ള എത്ര 1-2 പേരെ കാണും. ബാക്കിയുള്ളവരെയൊക്കെ they just come and go.
അവർ ചുമ്മാ വരുന്നു പോകുന്നു. പക്ഷെ ചിലരെ ഏൽപ്പിച്ചാൽ അവരത് ചെയ്തെടുക്കുമെന്നുള്ളവർ, അവർ കേട്ടിട്ട് അത് പ്രാവർത്തികമാക്കാൻ കഴിവുള്ളവരാണെന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ മോശയെ കൊണ്ട് ദൈവം തമ്പുരാൻ നിങ്ങൾ കനാൻ ദേശം കയറുന്നതിന് മുൻപേ ദൈവവുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞു കൊടുത്തതാണ്. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവും കൂടെ സ്നേഹിക്കുക തന്നെയല്ല, അവനെ അനുസരിക്കുക വേണം. നമുക്ക് വേണ്ടി ദൈവം, നിങ്ങൾ കനാൻ ദേശത്ത് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മക്കളോട് ദൈവം ചെയ്ത മഹത്വത്തെ പറഞ്ഞു കൊടുക്കണം. അവർ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും അത് പറഞ്ഞു കൊടുക്കണം. അവരുടെ കൈമേൽ അത് കെട്ടിവെച്ച് കൊടുക്കണം, നെറ്റിമേൽ വരച്ചു കൊടുക്കണം, നിൻ്റെ വീടിൻ്റെ മുമ്പിൽ എഴുതിയിടണം. അതൊക്കെ ദൈവം പറഞ്ഞു കൊടുത്താണ്. ഇപ്പം വീടിൻ്റെ അത് ഹൃദയത്തിൻ്റെ നടുക്ക് എഴുതിയിട്ടുണ്ട്. ഏത് വാക്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വാക്യം? പല വാക്യങ്ങളും ഇവിടെ എഴുതി വെച്ച് നമ്മൾ റോഡ് സൈഡിൽ നോക്കുമ്പോൾ കാണുന്നില്ല വാക്യങ്ങൾ എഴുതി. പക്ഷെ ഏതാണ് എൻ്റെ ജീവിതത്തിൻ്റെ വാക്യം? മൂലകാരണം, എനിക്കുള്ള ദൃഢത ഏത് വാക്യത്തിൽ നിന്നാണ് കിട്ടുന്നത്? ഉറപ്പുള്ളൊരു ദൈവത്തെയാണോ നീ വിളിക്കുന്നത്? അപ്പോൾ ഈ യോർദാൻ്റെ സൈഡിൽ നിന്നുകൊണ്ട്, അതായത് കനാൻ ദേശത്തേക്ക് കയറുന്നതിന് മുൻപ് ഏകദേശം 1406 BC, അതായത് ക്രിസ്തുവിന് മുൻപിലായിട്ട് നടന്ന സംഭവമാണ് നമ്മൾ ഈ മോശയിൽ കൂടെ കാണുന്നത്. നമ്മൾ പറയുമ്പോൾ ഇത് ജെറീകോ ബോൾ, അതായത് ജെറീകോയുടെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് മോശയെ കൊണ്ട് ദൈവം പറയിപ്പിക്കുന്നു. നമ്മൾ ദൈവം കനാൻ ദേശത്ത് കയറുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവിൽ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് വീണ്ടും പറയുന്നതെന്ന് ചോദിച്ചാൽ സംഖ്യാപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് 14:30 ദ ചിൽഡ്രൻ ബോൺ ഇൻ ദ ഡെസേർട്ട് ആർ ലിസണിങ് മോസസ് ഈസ് 120 years. 120 വയസ്സ് മോശയ്ക്ക് ആ ടൈമിൽ. ഇപ്പം മോശയുടെ കൂടെ നിൽക്കുന്ന പലരും മരുഭൂമിയിലുണ്ടായ മക്കളാണ്. യോശുവ ഇവരൊക്കെ ഈ കാലയളവിലുള്ള മോശയുടെ കാലം കഴിയുമ്പോഴത്തേക്ക് ജോഷുവയുടെ കാലമുള്ള വരികയാണ്. അപ്പം അടുത്ത തലമുറയ്ക്ക് അവർക്ക് സർക്കംസിഷനോ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചോ പറഞ്ഞു കൊടുത്ത് ഉറപ്പിക്കാൻ ഒക്കുന്നില്ല. അപ്പം മോശയെ കൊണ്ട് ദൈവം പറയിപ്പിക്കുകയാണ്, ഇവരൊന്നിച്ച് നിന്ന് ഹിയറോ ഇസ്രയേൽ, ദ ലോർഡ് അവർ ഗോഡ് ഈസ് വൺ. നിന്റെ ദൈവം ഏകസത്യ ദൈവമാകുന്നു, ആ ഒരൊറ്റ ദൈവത്തിൽ മാത്രമേ നീ നിൽക്കാവൂ. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞത് പൂർണ്ണ ഹൃദയത്തോടും, ഒരു ദൈവമേ ഉള്ളൂ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ഈ ദൈവത്തെ സ്നേഹിക്കണം. പൂർണ്ണ ഹൃദയം, എഖാഡ് എന്ന് പറയും. എഖാഡ് മീൻസ് വൺ ഗോഡ്. അപ്പം നമ്മൾ ഉൽപ്പത്തി 2:7 പറയുന്നുണ്ട്, കർത്താവ് ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച മനുഷ്യൻ ഒരു മണ്ണായിട്ട് ഇവിടെ കിടക്കുമ്പോൾ അവൻ്റെ മേലേക്ക് ദൈവത്തിൻ്റെ ശ്വാസം ഊതിയപ്പോൾ, ജീവശ്വാസം കടന്നു ചെന്നപ്പോൾ അവനൊരു ജീവനുള്ള ദേഹിയായി മാറിയിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പം ഫുൾ അവെയർനെസ് ആണ്. എന്താണ്, എന്തിനാണ്, ദൈവവുമായിട്ടുള്ള കണക്ഷൻ എന്ത്, എല്ലാം അറിയാൻ പറ്റും. എന്നിട്ട് എന്ത് ഗുണം? അപ്പം ഇതൊന്നും അല്ല. ഇതൊക്കെ നമ്മുടെ ഞാൻ ചിലപ്പോൾ ദൈവത്തോട് ചോദിക്കും, കർത്താവേ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യനിങ്ങനെയൊക്കെ കാണിക്കുന്ന അപ്പച്ചൻ അറിയാമായിരുന്നു, പിന്നെ നമ്മളിങ്ങനെയൊക്കെ സൃഷ്ടിച്ച് ഇനി നമുക്ക് വല്ല പ്രശ്നം വന്നാൽ അപ്പച്ചൻ തന്നെ അത് പരിഹരിക്കണ്ടേ? അങ്ങനെ ഞാൻ ചോദിക്കും. നമ്മളിലൊക്കെ മാനുഷിക സ്വഭാവം ഉണ്ടാകുന്ന അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോയ്സ്, അതായത് തിരഞ്ഞെടുക്കാനുള്ള സ്വഭാവം. അല്ല, നമ്മൾ തിരഞ്ഞെടുക്കുന്ന മണ്ടത്തരം ആണെങ്കിൽ അത് മറിച്ച് അത് വിശുദ്ധമാക്കി ശുദ്ധീകരിക്കാൻ അപ്പച്ചൻ തന്നെ പരിശ്രമിക്കണം. ഞാൻ പരിശ്രമിക്കണമെന്നാണ് ഇതുവരെ ചിന്തിച്ചത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്, നീ പരിശ്രമിച്ചേ പറ്റത്തുള്ളൂ. കാരണം നമുക്കിതിന് ഉത്തരം അറിയത്തില്ല. അപ്പോൾ അതാണ് ആ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. ദൈവത്തോട് ആശ്രയിക്കാൻ തുടങ്ങുമ്പം നമ്മളിലുള്ള കോണ്ടംനേഷൻ അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാറിയിട്ട് നമ്മുടെ ഭാരങ്ങളെ എല്ലാം ദൈവത്തിലോട്ട് ഏൽപ്പിച്ചിട്ട് നമ്മൾ ഈ ശരീരത്തിനകത്ത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന വ്യക്തിയാണെന്ന് പറയാൻ തുടങ്ങുമ്പം അതിശയങ്ങൾ കാണാൻ തുടങ്ങും. അത് നമ്മൾ തന്നെത്താൻ, ഈ കർത്താവ് പറയുന്ന ഒരു കാര്യം, നമ്മുടെ കാര്യം ഞാൻ ചെയ്തോളാം, ഞാൻ പരിഹരിച്ചോളാം, ഞാൻ പ്രാർത്ഥിച്ചോളാം, ഞാൻ ഉപവസിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്ന പല കാര്യങ്ങളിലും മണ്ടത്തരാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ പറയുകയാണ്, ഒരു സ്റ്റേജ് ഞാൻ പറയും, എനിക്കിനിയും വയ്യാർത്താവേ, എനിക്കിനിയും വയ്യായേ, നീ ഏറ്റെടുക്കോ എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവം ഏറ്റെടുക്കും. അതിനൊരു ജീവിതം വേണം കേട്ടോ. പല കാര്യങ്ങളും അത് പഠിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ്. കർത്താവ് പറയുന്നത് ആ ബന്ധം. അപ്പം നമ്മുടെ ഹൃദയം കല്ലുപോലാകാതെ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണം. ദൈവത്തിൻ്റെ ആത്മാവിൽ
കേൾക്കുന്ന ദൈവവചനം എൻ്റെ നന്മയ്ക്കാണ് എന്ന് എൻ്റെ ഹൃദയം കൊണ്ട് ഇത് ചെവി കൊണ്ട് കേൾക്കുമ്പം ബുദ്ധിമണ്ഡലത്തിൽ പോകും. അത് ഹൃദയത്തിലോട്ട് കൊണ്ടുവരുമ്പോഴാണ് അവിടെ കമ്പാഷൻ ഉണ്ടാകുന്നത്. വെൻ ഹാർട്ട് ഈസ് ഹാർഡ് ദെയർ തിങ്കിങ് ഈസ് ഫിക്സ്ഡ്. എൻ്റെ ഹൃദയം കഠിനമാകുമ്പം ദൈവം പറയുന്ന ഒന്നും കേൾക്കത്തില്ല. ഇപ്പോൾ നമ്മൾ ഒത്തിരി വേദനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് ഒന്നും ഉണ്ടായിരിക്കുന്നേ ഇച്ചിരിയായിരുന്നു, അവർക്ക് നമ്മളോട് കലിപോലെ ദേഷ്യം വരും. കാരണം എന്താ, അവരങ്ങനെ ഇമോഷൻസിൽ ഇങ്ങനെ തുയളച്ച് നിൽക്കുകയാണ്. അതേപോലെ ദുഃഖത്തിലിരിക്കും. അന്നേരം ഒന്നും ചെയ്യരുത്, ഒന്നും പറയരുത്. ചെന്നടുത്ത് നിന്നിട്ട് പ്രാർത്ഥിച്ച് ആത്മാവിൽ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുമ്പം ദൈവം തമ്പുരാൻ തന്നെ വന്ന് പ്രശ്നം പരിഹരിച്ചു തരും. ക്യാൻ യു ഡൂ ദാറ്റ്? അതുകൊണ്ടാണല്ലോ ഈ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിയുക എന്നൊരു ശക്തി എത്ര കുടുംബങ്ങളിലുണ്ട്. ഈ കുടുംബയോഗങ്ങളിലൊക്കെ കൂടുമ്പോൾ, കാരണം അപ്പോഴത്തേക്കൊക്കെ മിക്കവരും പ്രായം കൂടിയവരാണ്. ഇപ്പോഴത്തെ കുടുംബയോഗത്തിൽ വരുന്നവരെല്ലാം 60 വയസ്സിന് കൂടിയാവും, മറ്റവർ കുറച്ചേ ഉള്ളൂ. അപ്പം ഇവരൊക്കെ നമ്മൾ വിചാരിക്കുമോ ഇവർക്കൊക്കെ നല്ല പക്വതയാണല്ലോ, മെച്യൂരിറ്റിയാണ്, ഇവരൊക്കെ വെറുതെയാ. നമ്മൾ അതിശയിച്ചു. കൊച്ചു പിള്ളേരെ കാട്ടിലും മോശമായിട്ട് ചിലർ പിടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ ഞാൻ പറയും, ദൈവമേ അവരുടെ അപ്പം ആ പ്രായമാകുമ്പോൾ സ്വഭാവം മാറ്റാൻ എളുപ്പമല്ല. എന്നാൽ വേറൊരു സൈഡുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അധീനതയിലാണ് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതെങ്കിൽ പ്രായമാകും തോറും നമ്മൾ ദൈവത്വത്തിൻ്റെ ആത്മാവിനെ പ്രകടിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള വ്യക്തി 1000 പേരുടെ നടുക്ക് നിന്നാലും ആ ഒരു വ്യക്തി ആരെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പരീക്ഷിച്ച് നിങ്ങൾ പരിശ്രമിച്ച് നോക്കി. ഇനി എന്നാ മീറ്റിങ്ങിൽ പോകുമ്പോൾ ചില വ്യക്തികളെ കാണുമ്പോൾ നമുക്കറിയാം അവരിൽ ആത്മാവിൻ്റെ പ്രചോദനം. നമ്മുടെ ഡിഗ്രി ഒന്നുമല്ല, എല്ലാവർക്കും നമുക്ക് ഒത്തിരി ഡിഗ്രി ഉള്ളവരാണ്. ഡിഗ്രി അല്ല, നമ്മുടെ ആത്മാവിൻ്റെ ചൈതന്യം കർത്താവിൻ്റെ ആത്മാവ് കൊണ്ട് നിറച്ചിട്ട് നിൽക്കുന്നതാണോ എന്ന് മനസ്സിലാക്കുമ്പം അവരെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഹൃദയം കൊണ്ട് ബഹുമാനിക്കുകയും അവർ പറയുന്നതിന് വില കൊടുക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ പറയുന്നതിന് വിലയുണ്ട്, കാരണം നമ്മൾ ദൈവാത്മാവിലാണ് പറയുന്നത്. എത്ര പേർ അപ്പം ക്ഷമ മീൻസ് ഇറ്റ്സ് എ റിലേഷൻഷിപ്പ്. ഈ ആദ്യമായിട്ട് ഈ ക്ഷമ എന്നുള്ള വേർഡ് SHEMA ഉപയോഗിച്ച ഏദൻ തോട്ടത്തിലാണ്. ഏദൻ തോട്ടത്തിൽ ആദയും ഹവ്വായും ദൈവം വിളിച്ചു ഇവരെ, ആദമേ നീ എവിടെയെന്ന് വിളിച്ചപ്പോഴേ അവർ ശബ്ദം കേട്ടു. അവർ ശബ്ദം കേട്ടു എങ്കിലും അവർക്കപ്പം പാപം ചെയ്തതിനാൽ, അതായത് ദൈവം പറഞ്ഞത് കേട്ടിട്ട് അനുസരിക്കാതിരുന്നതിനാൽ കേട്ടപ്പം അവർ തിരിച്ചോടുക ചെയ്ത്. ഇതുവരെ ദൈവത്തിലേക്ക് ഓടി വന്നവർ ഇന്ന് ദൈവത്തെ കണ്ടപ്പം തിരിച്ചോടി. അവർക്ക് നഗ്നരെന്ന ബോധം വന്നു, അവർ പേടിച്ചിട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അപ്പം കേട്ടത് ഹൃദയത്തിൽ കൊണ്ടുവന്ന് അനുസരിക്കാതിരിക്കുമ്പോൾ നീ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. ക്ഷമ എന്നാൽ ക്ഷമ തന്നെ SHEMA ക്ഷമ തന്നെ കറക്റ്റായിട്ട് കേട്ട ഒരു വ്യക്തിയാണ് സമൂവേൽ. സമൂവേലിനെ ദൈവം 3 പ്രാവശ്യം, സമൂവേൽ ഇപ്പോൾ എവിടെയാണ്? ഏലിപ്രവാചകൻ്റെ കൂടെ താമസിക്കുക. ഏലിപ്രവാചകൻ്റെ കൂടെ താമസിക്കുന്ന ബാലൻ 6 or 7 വയസ്സ് കാണും, 8 വയസ്സ് കാണുന്ന വിചാരിക്കുക. ഈ ബാലനെ 3 പ്രാവശ്യം വിളിക്കുന്നു, സമൂവേലെന്ന് വിളിച്ചിട്ട് സമൂവേൽ വിചാരിച്ച് ഏലിപ്രവാചകൻ ഓടിച്ചെന്നു. അപ്പോൾ ഏലിപ്രവാചകൻ 3-ാം പ്രാവശ്യം അപ്പോൾ മനസ്സിലായത് ശരിയല്ല, ഞാനല്ല ഇവനെ ദൈവം അവിടെ. അപ്പം സമൂവേൽ പറഞ്ഞു, ഏലിപ്രവാചകൻ പറഞ്ഞു ഇനിയും വിളിക്കുമ്പം ദൈവത്തിന് റെസ്പോണ്ട് ചെയ്യണം. 4ാമത് വിളിച്ചപ്പോൾ സമൂവേൽ എഴുന്നേറ്റ്, ഹിയർ ഐ ആം ലോർഡ്, സ്പീക്ക് ടു മീ, ഹിയർ ഐ ആം, ഇതാ നിൻ്റെ ദാസൻ, ഞാൻ കേൾക്കുന്നു എന്ന് പറയാനുള്ള മനസ്സ്. അതാണ് ക്ഷമ. കേൾക്കണം. 2 തരത്തിൽ. ആദവും കേട്ടു, ദേ വെന്റ് ഇൻ ദ റോങ് സൈഡ്. സമൂവേൽ കേട്ടു, ഹി ചോസ് ടു ഒബേ ഗോഡ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ലോകത്തിലേക്കും ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാളാണ് സമൂവേൽ. സമൂവേലിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഈ ഒരു ബലഹീനതയും കാണുന്നില്ല, അറിയാമോ? ഈ സമൂവേലിൻ്റെ ജീവിതം പ്രവാചകന്മാരിൽ പ്രവാചകനായിട്ട് നിൽക്കുന്ന സമൂവേലാണ്. നമ്മൾ കാണുന്ന പോലെ ബലഹീന പ്രവാചകന്മാരൊന്നുമല്ല. സമൂവേലൊക്കെ എത്ര പേരെയാണ് വെട്ടിക്കുക, എത്ര രാജാക്കന്മാർക്ക് എത്ര രാജ്യങ്ങളെ പിടിച്ചെടുക്കാൻ സഹായിച്ചെന്നറിയാമോ? അത്ര ചങ്കൂറ്റമാണ് അവർക്കുള്ളത്. ഇതൊക്കെയാണ് ക്ഷമ. ദൈവശബ്ദം ക്ലിയറായിട്ട് കേട്ടിട്ട് ഹിയർ വിത്ത് ആൻ ഇൻറ്റൻറ്റ് ടു ആക്ട് അപ്പോൺ. കേൾക്കുന്നത് പ്രവർത്തിക്കും. ചില സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനത് ദൈവത്തിൽ നിന്ന് കേട്ട് ഞാനതിൽ ഉറച്ചു നിൽക്കുക എന്ന് ചിലർ പറയും. അപ്പോൾ ഞാനത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും അവർക്ക് എവിടെ നിന്നാണ് ബലം കിട്ടുന്നത്. അങ്ങനെയുള്ള പലരെ എനിക്കറിയാം. ഇപ്പം
ഈ അടുത്തിടെ തന്നെ ഒരു സ്ത്രീക്ക് തീരെ സുഖമില്ല. ഞാൻ എഴുന്നേറ്റിനോടൊക്കെ ചാകാൻ കിടക്കുക, പ്രായമൊന്നും അധികമായിട്ടില്ല. അപ്പം ഞാൻ ഇവരെങ്ങനെയാണ് ഇത്രയും ഞാൻ പറഞ്ഞു, ഞാൻ ജീവനോട് എഴുന്നേറ്റിട്ട് ഞാൻ ഈ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുമെന്ന് പറയും. അടുത്തവരെ അവർ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ എല്ലാവരെ കാണുമ്പോൾ ഞാൻ ഓർക്കും, അവർ ആ സമയത്ത് ഉറപ്പോടെ പറഞ്ഞതിൻ്റെ ശക്തി എത്ര. ഇതാണ് ക്ഷമ. ദൈവം പറഞ്ഞതിൽ ഉറച്ച് മരിക്കുന്നതിന് മുമ്പിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ടോ? അങ്ങനെ ഒരു വ്യക്തിയാണോ നിങ്ങൾ? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത് കേൾക്കുക തന്നെയല്ല, കേൾക്കുന്നത് പ്രവർത്തിക്കുന്നവരാക്കാനുള്ള ശ്രദ്ധയുണ്ടാകും. അതിപരിശുദ്ധൻ അതിപരിശുദ്ധൻ അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പം ഞങ്ങളുടെ ചെവികൾ തുറന്ന് തരണമേ. കേൾക്കുക തന്നെയല്ല, അത് സംഗ്രഹിച്ച് മനസ്സിലാക്കി അതിൽ ഉറച്ചു നിന്ന് പ്രവർത്തിച്ചെടുക്കാനുള്ള ഒരു കൃപ എന്ന് ഞങ്ങൾക്ക് ഇട്ട് തരണം. ഞങ്ങൾക്ക് കഴിവില്ല എങ്കിൽ ഇങ്ങനെ കഴിവുള്ളവരെ കാണിച്ചെന്ന് അവരുടെ കൂടെ അഭിപ്രായം ചോദിച്ച്, അല്ലെ ആത്മാവുള്ളവരെ ഒന്ന് പറഞ്ഞു വിട്ട് ഞങ്ങളെ ഒന്ന് ബലപ്പെടുത്തണമേ. ഞങ്ങൾ താണു വീഴുമെന്ന് പറയുമ്പോൾ വീഴാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറ്റിയ ഒരാളെ പറഞ്ഞു വിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന് ബലപ്പെടുത്തി ഞങ്ങളുടെ വിശ്വാസത്തെ തളർത്താതെ കൊണ്ട് നടത്തുന്ന വൻ കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം. വിശ്വാസത്തിൻ്റെ കാതിൽ ക്രിസ്തു തന്നെ. ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ പലപ്പോഴും ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നേട്ടം നേടാൻ താമസമെടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വിശ്വാസം പതറാറുണ്ട്. പക്ഷെ ദൈവം ആ കറക്റ്റ് ടൈമിൽ ആ ഏരിയയിൽ തന്നെ ജയിച്ച് നിൽക്കുന്ന ആളുകളെ പറഞ്ഞു വിട്ട് നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തി. ക്ഷമ. ഹിയർ യു ഇസ്രായേൽ, ഇസ്രായേലേ നീ കേൾക്ക. എങ്ങനെ? ശ്രദ്ധ വെച്ച് കേൾക്കണം. അത് നടക്കും. ദൈവം പറഞ്ഞാൽ അത് നടക്കും നടക്കും നടക്കും. ദൈവത്തിൻ്റെ വായിൽ നിന്ന് കേട്ട ശബ്ദം സത്യം സത്യമെന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. നാഥൻ പ്രാർത്ഥന കേട്ട് ഞങ്ങളെയും തലമുറകളെയും ഞങ്ങൾക്കുള്ള എല്ലാത്തിനെയും കർത്താവിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറച്ചിരിക്കുന്നതായിട്ട് കണ്ടുകൊണ്ട് ഞങ്ങളുടെ 4 കാല് ചവിട്ടുന്നിടത്ത് നിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് പറയാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തണം. അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെയും ദൈവം മോശയിൽ കൂടെ പറഞ്ഞ വചനങ്ങൾ, ഹിയർ യു ഇസ്രായേൽ, ഇസ്രായേലേ നീ ചെവി ചായ്ച്ച് കേൾക്കുക എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയട്ടെ, ഞങ്ങളുടെ തലമുറകളിൽ പതിയട്ടെ. പക്ഷേ എൻ്റെ വചനത്തിന് വിപരീതമായിട്ട് വരുന്ന ശക്തികളെ കർത്താവേ 2ാം സ്വർഗത്തിൽ വെച്ച് തന്നെ വെട്ടിമാറ്റി ഒരു സ്വാതന്ത്ര്യം ദൈവത്തിൻ്റെ വിശുദ്ധ സ്നേഹത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണം. അടിയുറച്ച വിശ്വാസത്തിൽ ഞങ്ങളെ ഞങ്ങളെ പഠിപ്പിച്ച് നിർത്തണമേ എന്നും പ്രാർത്ഥിക്കുന്നു. അടിയുറച്ച വിശ്വാസത്തിൻ്റെ വേര് ഞങ്ങൾക്കുണ്ടായിരിക്കണം. പിച്ച ഈ വേര് താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് ആ വെള്ളത്തിന്മേൽ ചെന്ന് ആ ജീവനുള്ള വെള്ളത്തിൽ നിന്ന് ജീവനെ പ്രാപിക്കുന്നതാക്കി തീർക്കണം. വൻമഴയും കോളും കാറ്റും വരും. പക്ഷേ ഉറച്ച പാറയാവുന്ന ക്രിസ്തുവിലാണ് ഞങ്ങളുടെ ഭവനങ്ങൾ നിൽക്കുന്നതെങ്കിൽ അവിടെ ഉറപ്പുണ്ടല്ലോ. അതിനങ്ങനെ ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.